നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 135-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആകുന്നതിന് മുന്നെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. 1987 ഒരൊറ്റ തവണയെ ഞങ്ങൾ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എങ്കിലും എൻ്റെ 2 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതിൽ ഒരു കവിതാ സമാഹാരത്തിന് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു കത്ത് അയച്ചു. അതെൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എന്നെ ഓർക്കുമോ എന്ന് എനിക്കറിയില്ല. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോവുകയും തിരക്കഥയും സംവിധാനവും അങ്ങനെയൊക്കെയായി സിനിമാ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വ്യക്തി. ഞാൻ നേരിൽ കണ്ട് സംസാരിക്കുന്നത് ഒരൊറ്റ തവണയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള മാധവറാവുവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്നെ നേരിൽ കണ്ടിട്ടില്ല, കത്തും പുസ്തകവും അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ അടുത്തെന്ന് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കള്ളനല്ല, എന്നാൽ കള്ളനാണ്. ഇപ്പം മനസ്സിലായി. അങ്ങനെ ഒരു ടൈറ്റില് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കും അറിയില്ല. പക്ഷേ എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ഒരു കവിതയുടെ പേരാണ് ആ പുസ്തകത്തിന് നൽകിയത്. 28 കവിതകളുള്ള ആ സമാഹാരം ഞാൻ ഉണ്ണികൃഷ്ണൻ അയച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. എല്ലാവരും കള്ളനല്ല എന്ന് പറയുമ്പോൾ കള്ളനാണെന്നാണല്ലോ ശരവണൻ പറയുന്നത്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും കള്ളമൊക്കെ പറയില്ലേ? അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 3/4 മണിക്കൂറോളം നല്ല ചൂടത്ത് അവിടെ നിന്ന് സംസാരിക്കുന്നു. ഒരു മനുഷ്യർക്ക് അറിയില്ല ഞങ്ങൾ ആരാണ്, എന്താണ്. ഞാനും പ്രശസ്തനല്ല, അന്ന് ഉണ്ണികൃഷ്ണനും അത്ര പ്രശസ്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ കണ്ടുമുട്ടൽ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു.